ഈ പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഡ്യൂട്ടിക്കിടയിൽ സർക്കാർ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസിന് പോയതായി പരാതി. അടൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. അടൂർ നഗരസഭാ ചെയർപേഴ്സൺ റീന ഷാമുവലും ഭരണപക്ഷ കൗൺസിലർമാരും ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. എന്നാൽ വൈകിട്ട് 5 മുതൽ 8 വരെ ഡ്യൂട്ടി ചെയ്യേണ്ട ഡോക്ടർ മറ്റൊരു ഡോക്ടറെ ഡ്യൂട്ടി ഏൽപ്പിച്ചതായി ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. പകരം ഡ്യൂട്ടി ചെയ്യേണ്ട ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നും വിശദീകരണമുണ്ട്. ആശുപത്രിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് CPIM ആവശ്യപ്പെടുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. പ്രവീണി, സൂപ്രണ്ടിന്റെ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കുന്നു, അത് കേട്ടു. അപ്പോൾ അത് തൃപ്തികരമാണോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ജനറൽ ആശുപത്രിയിൽ വൈകിട്ട് 5 മുതൽ 8 വരെ വാർഡിൽ ഒരു ഡോക്ടർക്കാണ് ഡ്യൂട്ടി ഉള്ളത്. ഇന്ന് ആ ഡ്യൂട്ടി ചെയ്യേണ്ട ഡോക്ടർ അവർക്ക് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് പുറത്തേക്ക് പോയി എന്നും പകരം മറ്റൊരു ഡോക്ടറെ, ഗൈനക്കോളജി വിഭാഗത്തിലെ മറ്റൊരു ഡോക്ടറെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. 6:45 വരെ ആശുപത്രി സൂപ്രണ്ട് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ആ സമയം ഈ പകരം ഡ്യൂട്ടി ഏൽപ്പിച്ച ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. അതിനുശേഷം ആശുപത്രി സൂപ്രണ്ട് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയിരുന്നു. അതായത് 6:45 ശേഷം അവർ ആശുപത്രി സൂപ്രണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ അടൂർ നഗരസഭാ ചെയർപേഴ്സൺ റീന ഷാമുവൽ, ഒപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവിടെ ആർമയുടെ മുറിക്ക് പുകറിൽ ഓഫീസിന് മുൻവശത്ത് അവിടെ ഇരുന്ന് ഈ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞുകൊണ്ട് CPIM പ്രവർത്തകരും ആശുപത്രിയിലേക്ക് എത്തി. CPIM പ്രവർത്തകർ ആവശ്യപ്പെട്ടത് ഈ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ്. ഈ പ്രധാനമായും കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിക്കുന്നത് 5 മുതൽ 8 വരെ ഡ്യൂട്ടി ഏൽപ്പിച്ച ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസിന് പോയി എന്നുള്ളതാണ്. അതേസമയം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഗൈനക്കോളജി വിഭാഗത്തിലുള്ള മറ്റൊരു ഡോക്ടറെ പകരം ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. ആ ഡോക്ടർ അവിടെ 6:45 വരെ ഉണ്ടായിരുന്നു എന്നും ആശുപത്രി സൂപ്രണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് പിന്നീട് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.